ചില സമയങ്ങളിലുണ്ടെങ്കിൽ ചിലരുണ്ടെങ്കിൽ ഇത് കണക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തുമാണ് സംസാരിക്കുന്നതെന്ന് മറന്നുപോയിട്ട് പല കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ് അരുണിന് നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമേ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് കല്യാണത്തിന് ആൾക്കാർ വന്ന് ഒരു കച്ചവടം ഉറപ്പിച്ചെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് വേറെ രീതിയിലാണ് പറയുന്നത്. ഇത് കണക്ക് ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം ആലോചിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പിക്കുന്നതിന് ഒരു 2 ആഴ്ച മുമ്പാണ് അവർ പുതുതായിട്ട് വീട് വെച്ച് അങ്ങോട്ട് താമസം മാറിയേക്കുന്നത്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പെട്ടെന്ന് അങ്ങനത്തെ ഉള്ളവരൊന്നും ഇത് കണക്ക് കമ്പാനിയായിട്ടൊന്നും വിചാരിക്കാൻ പറ്റില്ലല്ലോ. അതോടെ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എടുക്കാനുണ്ടെങ്കിൽ അവൾ സഹായിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് ഒരുപാട് പേര് ഹേറ്റ് വരാൻ തുടങ്ങി. ഇപ്പോൾ സാധാരണ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ താൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഫാമിലിയെക്കുറിച്ചും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും കുഴപ്പമില്ല. ഇതല്ലാതെ അവരുടെ ഫാമിലിയെ കാര്യം അവരെന്തോ ചെയ്തുകൊണ്ടിരുന്നത്, എപ്പോഴാണ് വീട് വെച്ച്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ അവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള കാര്യമാണ് ഇത് കണക്ക് വന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് അറിയാതെ പറഞ്ഞു പോയത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ എന്തോ പറഞ്ഞതെന്ന് അറിയാതെ ചെയ്തു പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും നമ്മൾ പറയുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കിയും കണ്ടും വേണം പറയാം. അതല്ലാതെ ഇഷ്ടത്തിന് എന്തും പറയാമെന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞ് ഇതിനകത്തുള്ള പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. എന്തായാലും ഒടുവിലുണ്ടെങ്കിൽ ഇത് കണക്ക് താൻ അറിയാതെ പറഞ്ഞു പോയതാണെന്നും പറഞ്ഞ് ആരും വന്നിട്ടുണ്ട്.